കല്ലേറ്റിയിലെ PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മാത്സ് ആണ്, 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. 9ാമത്തെ സെഷനാണ്. നമ്മുടെ ഫസ്റ്റ് പാഠം അരിതമെറ്റിക് സീക്വൻസ്. അരിതമെറ്റിക് സീക്വൻസ് വെച്ച് നമ്മള് സീക്വൻസ് ഉണ്ടാക്കാൻ ആദ്യം പഠിച്ചു എല്ലാവരും. ഇപ്പൊ നമ്മൾ അരിതമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാനും പഠിച്ചു. അരിതമെറ്റിക് സീക്വൻസിൽ നമ്മൾ ഒരു ഫോർമുല പഠിച്ചു. എന്താ ഫോർമുല പഠിച്ചത്? നമ്മൾ പഠിച്ച ഫോർമുല xn is equal to എന്തായിരുന്നു? x1 plus n minus 1 into d. എല്ലാവരും ഈ ഫോർമുല എഴുതി പഠിക്കാൻ പറഞ്ഞിരുന്നു. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? xn is equal to എന്താണ്? x1 plus n minus 1 into d ആണ്. അപ്പോ നമ്മൾ ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 21 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? പേജ് നമ്പർ 21 ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ 6 കണക്ക് ചെയ്തതാണ്. ഇനി സെക്കൻഡ് സെക്ഷൻ ആണ്. The term of the two position of some arithmetic sequence are given below. കുറച്ച് ടേംസ് വന്നിട്ടുണ്ട്. നമ്മൾ ടേംസ് കാണുന്ന ഫോർമുലയാണ് xn is equal to x1 plus n minus 1 into d ആണ് അല്ലെ? പിന്നെ നമ്മൾ പഠിച്ചിരുന്നു നമുക്ക് xn കാണാനായിട്ട് എത്രാമത്തെ ഇപ്പൊ x 20 xn കാണണമെങ്കിൽ നമ്മൾ എന്താണ്? ഫസ്റ്റ് ടേം f അല്ലെങ്കിൽ x1 പ്ലസ് എത്ര d ആണ് നമ്മൾ ചെയ്താൽ പോലെ ഇത് വെച്ച് നമുക്ക് ചെയ്തൂടെ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം എല്ലാവരും. തേർഡ് ടേം 34 ആണ്. തേർഡ് ടേം 34, പിന്നെ സിക്സ്ത് ടേം 67. രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്നത് ഒന്ന് എഴുതി നോക്കിയേ. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? x3 അല്ലെ? x3 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ എഴുതാം? x1 പ്ലസ് 3 എത്രയാ? 3 മൈനസ് 1 എത്രയാ? 2d അല്ലെ? ഈ ഫോർമുല വെച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. വേറെ രീതി കൂടി ഉണ്ട് കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഫോർമുല വെച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല. ഇവിടെ x3 അവർ തന്നിട്ടുണ്ട്, അത് x1 പ്ലസ് 2d ആണ്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? ഇറ്റ് വാസ് 34 അല്ലെ? x3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x പ്ലസ് 2d, അത് 34 ആണ്. അടുത്ത് തന്നിരിക്കുന്നത് സിക്സ്ത് ടേം ആണ്. സിക്സ്ത് ടേം എങ്ങനെ എഴുതാം? x3 അല്ലെ? x3 എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞോ? സിക്സ്ത് ടേം ആണ്. സോറി, x3 അല്ല, സിക്സ്ത് ടേം. ഇതാണ് x3, ഇത് x6. എത്രയാണ് തന്നിട്ടുണ്ട്? ഇറ്റ് ഈസ് 67 ആണ്. എന്ന് വെച്ചാൽ x1 പ്ലസ് n മൈനസ് 1 എന്ന് വെച്ചാൽ 6 മൈനസ് 1 ദാറ്റ് ഈസ് 5d. അത് എത്രയാണ്? 67. കിട്ടി. ഇതാണ് ചോദ്യം. കിട്ടിയോ എല്ലാവർക്കും? എന്താ മനസ്സിലായിട്ടുണ്ട്? രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. x3 എന്ന് പറഞ്ഞാൽ 34ഉം x6 എന്ന് പറഞ്ഞാൽ 67ഉമാണ്. ഇനി എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് the term of the first two positions of the arithmetic sequence ആണ് തന്നിരിക്കുന്നത്. റൈറ്റ് ദ ഫസ്റ്റ് 5 terms. ആദ്യത്തെ 5 പദങ്ങൾ എഴുതണം. കിട്ടിയോ? ചോദ്യം എല്ലാവർക്കും കിട്ടിയില്ലേ? ചോദ്യം എഴുതാം. മലയാളം മീഡിയക്കാർ എഴുതുക. മൂന്നാമത്തെ പദം, ആറാമത്തെ പദം തന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ 5 പദങ്ങൾ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? f കണ്ടുപിടിക്കണം, d യും കണ്ടുപിടിച്ചാൽ. d f എന്ന ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് x1. x1 കിട്ടിക്കഴിഞ്ഞാൽ x1 ന്റെ കൂടെ d കൂട്ടിയാൽ രണ്ടാമത്തെ പദം. then again 1d കൂടി കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ, പിന്നെ ഒരു d കൂടി കൂട്ടിയാൽ മൂന്നാമത്തെ, പിന്നെ ഒരു d കൂടി കൂട്ടിയാൽ 4, പിന്നെ ഒന്ന് കൂടി കൂട്ടിയാൽ 5. അങ്ങനെ 5 പദങ്ങൾ നമുക്ക് എഴുതാം അല്ലേ? അപ്പൊ ആദ്യം തന്നെ x1 ഉം കണ്ടുപിടിക്കണം, d യും കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. എന്നിട്ട് ഇതൊന്ന് കൂട്ടാൻ കുറയ്ക്കാം. ഇവിടെ കുറയ്ക്കാം നമുക്ക് അല്ലെ? കുറയ്ക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതും മുകളിലെടുത്ത് എഴുതാം. വലുത് ആദ്യം എഴുതാം. അതല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് വരും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എഴുതുന്നത് x1 പ്ലസ് 5d എഴുതാം ഇസ് ഈക്വൽ ടു 67. പിന്നെ എന്ത് എഴുതാം? ചെറുതെഴുതാം. x1 പ്ലസ് 2d ഇസ് ഈക്വൽ ടു 34. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യാൻ പോകണം കേട്ടോ. വലുതിൽ നിന്ന് ചെറുത് നമ്മൾ മൈനസ് ചെയ്യാം. x1 മൈനസ് x1 0 ആയി. സെയിം തന്നെയല്ലേ? 5d മൈനസ് 2d. 5 മൈനസ് 2 എത്രയാ? 3. 3d ഇസ് ഈക്വൽ ടു 67 34 കുറയ്ക്കി. 7 4 കുറച്ചാൽ എത്രയാ?
3. 6ൽ നിന്ന് 3 കുറച്ചാൽ 3. അപ്പൊ 3d is equal to 33 ആണെങ്കിൽ d is equal to എത്രയാണ്? 33 by d. 3 it is 11. അപ്പൊ d നമുക്ക് കിട്ടി 11 ആണെന്ന്. കിട്ടിയോ? d 11 കിട്ടിയാൽ ഇനി ഇതിന്റെ ചെറുതിലേക്ക് നമ്മൾ അപ്ലൈ. നമ്മൾ കഴിഞ്ഞൊക്കെ നമ്മൾ ചെയ്ത സിംപ്ലിഫൈ ചെയ്യാൻ പഠിച്ചില്ലേ? എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ മൈനസ് ചെയ്തു. അപ്പൊ 3d 33 ആണെങ്കിൽ d is equal to 11. കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? കിട്ടിയില്ലേ? എല്ലാവരും തന്നെ ചെയ്യട്ടോ. ആദ്യം x3 എന്ന് പറഞ്ഞു, അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അതേപോലെ x3 എക്സ്പാൻഡ് ചെയ്ത് എഴുതി. എങ്ങനെ x3 അല്ല സോറി x3 ആദ്യം എഴുതി. x6 എങ്ങനെ x6 എഴുതുന്നത്? x1 പ്ലസ് 5d ആണ്. അപ്പൊ നമുക്ക് 67 കിട്ടി. ഇനി എന്ത് ചെയ്യണം? വലുത് ആദ്യം എഴുതാം, പിന്നെ ചെറുത് എഴുതാം. ഇതിൽ നിന്ന് മൈനസ് ചെയ്തെങ്കിൽ ഇങ്ങനെ നിങ്ങൾ മൈനസ് ചെയ്തെങ്കിൽ നേരെ വഴി എഴുതി മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ -3d -33 കിട്ടും. അത് കഴിഞ്ഞ് d കിട്ടുമ്പോ -3 അങ്ങോട്ട് പോയി നെഗറ്റീവ് വെട്ടി പോവും. -33 -3 അതിൽ നെഗറ്റീവ് വെട്ടി പോവും. പക്ഷെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ഒന്നും കൂടി അത് എടുത്തെഴുതാം. വലുത് ആദ്യം എഴുതാം, പിന്നെ ചെറുത് എടുത്തെഴുതാം. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ d 11 കിട്ടി. മനസ്സിലായോ? എല്ലാവർക്കും കിട്ടി d. ഇനി അത് എടുത്ത് വേഗം d കിട്ടിക്കഴിഞ്ഞാൽ a കണ്ടുപിടിക്കും. സോറി, a മീൻസ് ഫസ്റ്റ് ടേം f അല്ലെങ്കിൽ x1 കണ്ടുപിടിക്കണമെങ്കിൽ ഈ ചെറുതിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഇത് എടുത്തെഴുതാം. ഇതെങ്ങനെ എഴുതാം? x1 പ്ലസ് 2 ഇൻറ്റു d അല്ലേ? 2d 2 ഇൻറ്റു d എത്രയാ ഇവിടെ? 11 is equal to 34. കിട്ടിയോ? എന്നതാണ്? x1 plus 2d is equal to 34. എന്ന് പറഞ്ഞാൽ x1 plus 2 into d നമുക്ക് കിട്ടി 11 ആണ്. 2 into 11 is equal to 34. ഈ 2 into 11 എത്രയാ? 22. 11നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്ക്. 11 into 2 എത്രയാ? 22. അപ്പൊ ഇവിടെ x1 മാത്രം ഇവിടെ നിർത്താം കേട്ടോ. നമുക്ക് x1 ആണ് കണ്ടുപിടിക്കേണ്ടത്. d നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? d കിട്ടി. അപ്പൊ x1 കണ്ടുപിടിക്കണമെങ്കിൽ x1 ഇവിടെ നിർത്താം. ഇവിടെയുള്ള ഈ 11 into 2 22 അല്ലേ? ഈ 22 അങ്ങോട്ട് പോകണം. അപ്പൊ എത്രയാ? 34 minus 22 എത്രയാ? 34ൽ നിന്ന് 22 കുറച്ചാൽ 4ൽ നിന്ന് 2 കുറച്ചാൽ 2, 3ൽ നിന്ന് 2 കുറച്ചാൽ 1. അപ്പൊ എത്ര കിട്ടി? 12. സോ ദ ഫസ്റ്റ് ടേം 12 കിട്ടി. d കിട്ടി നമുക്ക് 11. ഇനി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് 5 പദങ്ങളാണ്. കിട്ടിയോ എല്ലാവർക്കും? 5 ടേംസ്. എങ്ങനെ 5 ടേംസ് എഴുതാം? ഫസ്റ്റ് ടേം എഴുതിക്കോ 12. പിന്നത്തെ ടേം എത്രയാ വരുന്നത്? 12ന്റെ കൂടെ എത്ര കൂട്ടണം? 12ന്റെ കൂടെ 11 കൂട്ടുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 12 പ്ലസ് 11 എഴുതി കൂട്ടി നോക്കുക. എത്ര കിട്ടുന്നത്? 23. 23ന്റെ കൂടെ വീണ്ടും 11 കൂട്ടി. അപ്പൊ എത്ര കിട്ടി? 34. എത്ര ടേംസ് എഴുതാൻ പറ്റുന്നുണ്ട്? 5 ടേംസ് എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പൊ അടുത്തത് എത്രയാ? 11 കൂട്ടുമ്പോ 1 11 1 കൂട്ടിയാൽ മതി. അപ്പൊ എത്രയാണ്? 3ന്റെ കൂടെ കൂട്ടിയ 1, ഇവിടെ കൂട്ടിയ 5 അല്ലെ? പിന്നെ വീണ്ടും 11 കൂട്ടാം. അപ്പൊ എത്ര കിട്ടുന്നത്? 56. കിട്ടി 5 പദങ്ങള്. ഫസ്റ്റ് 5 പദങ്ങൾ കിട്ടിയോ? ഇത് ഒരു രീതിയാണ്. ഇതൊന്നും കൂടി പറഞ്ഞുതരാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് x3 തന്നിട്ടുണ്ട്, തേർഡ് ടേം. അപ്പൊ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് വികസിപ്പിച്ച് എഴുതി. x3 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് 2d ആണ് അല്ലെ? x1ന്റെ കൂടെ ആദ്യത്തെ പദത്തിന്റെ കൂടെ 2d കൂട്ടുന്നതാണ് 34. ആദ്യത്തെ പദത്തിന്റെ കൂടെ 5d കൂട്ടുന്നതാണ് ആറാമത്തെ പദം, അത് 67. എന്നിട്ട് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു നമ്മൾ. അപ്പൊ നമുക്ക് d കിട്ടി. കിട്ടിയോ? d കിട്ടി കഴിഞ്ഞാൽ നമ്മള് അപ്ലൈ ചെയ്തു. നമുക്ക് എന്ത് കിട്ടും? x1 കിട്ടി. x1 കിട്ടിയാൽ പിന്നെ എഴുതണം. ഇത് വെറുതെ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ എഴുതല്ല ചേട്ടാ, താഴെ നിങ്ങൾ എഴുതണം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ x1 കിട്ടിയാൽ 12 കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ താഴെ എഴുതണം ആദ്യത്തെ 5 പദങ്ങൾക്ക് ഫസ്റ്റ് 5 ടേംസ്. അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എഴുതാം ഫസ്റ്റ് 5 ടേംസ് ഈസ് ഈക്വൽ ടു 12 പ്ലസ് ഡി 23, പിന്നെ പ്ലസ് ഡി 34, പിന്നെ അതിന്റെ കൂടെ വീണ്ടും ഡി 45, അതിലൂടെ വീണ്ടും ഡി 56. കിട്ടി 5 പദങ്ങൾ കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് തന്നെ ചെയ്ത് നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തേർഡ് ടേം.
തേർഡ് ടേം തന്നിട്ടുണ്ട് 43. ഇതുപോലെ തന്നെ കേട്ടോ. സിക്സ്ത് ടേം 76. ഇതുപോലെ തന്നെ ചെയ്തു. അതൊന്ന് എല്ലാവരും തന്നെ ചെയ്യും. എല്ലാ കണക്കും ഞാൻ ചെയ്തു തരണ്ട. ചെയ്തു വേഗം. ഇതുപോലെ തന്നെ നിങ്ങൾ എടുത്തെഴുതാം. വീണ്ടും രണ്ടാമത് ചെയ്യാം. xn = എന്താണ്? x1 + n - 1 × d ആണ്. അപ്പൊ അതിൽ x3 തന്നിട്ടുണ്ട്. പക്ഷെ ഈ സംഖ്യകൾ മാത്രം വ്യത്യാസമുണ്ട് അല്ലെ? ബാക്കിയൊക്കെ ശരിയല്ലേ? x3 എത്രയാ? മൂന്നാമത് തന്നെയാണ് തന്നിരിക്കുന്നത്. അതെ, തേർഡ് ടേമും സിക്സ്ത് ടേമും തന്നെയാണ് തന്നിരിക്കുന്നത്. തേർഡ് ടേം 43 ആണ്. ആൻഡ് ദ സിക്സ്ത് ടേം ഈസ് 76. എല്ലാവരും തന്നെ ഈ ഒരു കണക്ക് നിങ്ങൾ തന്നെ ചെയ്യണം. നാളെ എനിക്ക് കാണിച്ചു തരണം. കുറച്ച് കണക്കുകൾ ചെയ്തു തുടങ്ങാം. എന്താ ചെയ്യേണ്ടത്? ഇവിടെ 76 മൈനസ് അല്ലേ? ഇത് ആദ്യം എടുത്തെഴുതാം, എന്നിട്ട് അടുത്ത സംഖ്യ എഴുതാം. അപ്പൊ എത്ര കിട്ടും? മൈനസ് ചെയ്യാം. തന്നെ ചെയ്ത് നോക്കുക. അതൊക്കെ ഞാൻ ചെയ്യാം. മൈനസ് ചെയ്യുക എല്ലാവരും. എങ്ങനെയാ? x1 + 5d is equal to 76. So x1 + 2d is equal to 43. നേരത്തെ കണക്കുകൾ ചെയ്ത് അങ്ങനെ തന്നെയല്ലേ? മൈനസ് ചെയ്തേ. x1 ൽ x1 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 0. 5d ൽ നിന്ന് 2d മൈനസ് ചെയ്താൽ 3d is equal to 6 ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാ? 3. 7 ൽ 4 കുറച്ചാൽ 3. 3d is equal to ഇവിടെയും നമുക്ക് കിട്ടുന്നത് d is equal to എത്രയാ? 33 ഇവിടെയും സെയിം തന്നെയാണ് d കിട്ടിയത്. പക്ഷെ x വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? x1 വ്യത്യാസം ഉണ്ടാവും. ചെറുതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ചെറുത് ഇതാണ് അല്ലേ? x1 + 2d നേരത്തെ ചെയ്ത പോലെ തന്നെ d കിട്ടിക്കഴിഞ്ഞാൽ x1 കണ്ടുപിടിക്കണമെങ്കിൽ x1 + 2 × 11 is equal to എത്രയാ? 43. എത്ര എഴുതിയിട്ടുണ്ട്? 2 × 11 22. അപ്പോ x is equal to എത്രയാ? x1 നേരത്തെ ചെയ്തത്. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പുകൾ എഴുതാല്ലേ. ഇവിടെ നിങ്ങൾ എഴുതണം x1 + 22 is equal to 43 അല്ലേ? അപ്പൊ x1 is equal to 22 അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ 43 ഇത് പ്ലസ് ആണ്, ഇത് അങ്ങോട്ട് കൊണ്ടുപോകാൻ മൈനസ് ആയി അല്ലെ? -22. എത്ര കിട്ടുന്നത്? മൈനസ് ചെയ്യുമ്പോ എത്ര കിട്ടി? 43 ൽ നിന്ന് 22 കുറയ്ക്കി. എത്ര കിട്ടുന്നത്? 21 അല്ലെ? 3 ൽ നിന്ന് 2 കുറച്ചാൽ 1, 4 ൽ നിന്ന് 2 കുറച്ചാൽ 2. അപ്പൊ x1 21. ഇനി ഇവിടെ അടുത്ത ടേംസ് എത്ര ടേംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? എഴുതാം. അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത് ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 പദങ്ങൾ. ഏതൊക്കെ ആദ്യത്തെ 5 പദങ്ങൾ വരുന്നത്? ഫസ്റ്റ് ടേം 21 ആണ്. 21ന്റെ കൂടെ എത്ര കൂട്ടണം? 11 കൂട്ടണം. എത്ര കിട്ടുന്നത്? 11 കൂട്ടി. 21ന്റെ കൂടെ 11 കൂട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ ടേംസ് 21. ഇങ്ങനെ എഴുതണം നിങ്ങള്. ദ ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 പദങ്ങൾ. അങ്ങനെ എഴുതേ. ഫസ്റ്റ് 5 ടേംസ് ആദ്യത്തെ 5 പദങ്ങൾ എഴുതിയിട്ട് എഴുതാം. 21ന്റെ കൂടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര കൂട്ടട്ടെ? 11 കൂട്ടണം. അപ്പൊ എത്ര വരാ? 32. 32ന്റെ കൂടെ വീണ്ടും 11 കൂട്ടാം. ഒന്നൊന്നും കൂട്ടിയാ പോലെ. അപ്പൊ എത്രയാ? 3ന്റെ കൂടെ 1 കൂട്ടിയാ 4. ഇവിടെ 3 43. അടുത്ത എത്രയാണ്? 4ന്റെ കൂടെ 1 കൂട്ടാം 5. 3ന്റെ കൂടെ 1 കൂട്ടിയാ 4. എത്രണ്ണായി? 2 അടുത്ത ഒരെണ്ണം കൂടി വേണം. 65. കിട്ടിയില്ലേ? കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല. എഴുതി നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ അറിയാം നമുക്ക്. 21ന്റെ കൂടെ 11 നോക്ക്. ഇവിടെ വരുമ്പോ 1 കൂട്ടിയാ പോരെ. അപ്പൊ 2ന്റെ കൂടെ ഞാൻ കൂട്ടി 3. ഇവിടെ 1ന്റെ കൂടെ 2. ഇതിന്റെ കൂടെ വീണ്ടും 11 കൂട്ടണമെങ്കിൽ 3ന്റെ കൂടെ 1 കൂട്ടുമ്പോ 4, 2ന്റെ കൂടെ 3. എളുപ്പവഴി കണ്ടോ? ഓരോന്നിലും കൂട്ടി നോക്കണ്ട കേട്ടോ. 11 കൂട്ടാന്ന് പറഞ്ഞാൽ ഓരോ സംഖ്യയോട് കൂട്ടി എഴുതിയാൽ മതി. 54 65. 5 ടേംസ് കിട്ടി. കിട്ടിയില്ലായിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ എഴുതു. എല്ലാവരും തന്നെ ചെയ്തത് ശരിയായിരുന്നോ? ശരിയായിരുന്നു എന്ന് നോക്കുക. ഇനി അവസാനം കുറച്ച് കണക്ക് ഹോംവർക്ക് തരാം. അപ്പൊ അത് നാളെ എനിക്ക് കാണിച്ചു തരാം ചെയ്തിട്ട്.
തേർഡ് ക്വസ്റ്റ്യൻ ഇരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? തേർഡ് ടേം 2ഉം ഫിഫ്ത് ടേം 3യുമാണ്. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തന്നെ x3 എത്രയാ? x3 എത്രയാ പറയണത്? x1 പ്ലസ് 2d. അത് എത്രയാണുള്ളത്? തേർഡ് ടേം 2 2ആണെന്ന്. പിന്നത്തെ ടേം തന്നിരിക്കുന്നത് ഫിഫ്ത് ടേം ആണ് കേട്ടോ. പിന്നത്തേന് നമുക്ക് തന്നിരിക്കുന്നത് 5 x5 അഞ്ചാമത്തെ പദം. ആദ്യത്തെ പദം തന്നിരിക്കുന്നത് x3 ആണ്, അത് 2ആണ് നമ്മൾ ചെയ്തു. പിന്നെ x5 ആണ്, അത് എത്രയാണ്? x പ്ലസ് എത്രയാ? n മൈനസ് 1. 5 മൈനസ് 1 എത്രയാണ്? 4d. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 3. ഫിഫ്ത് ടേം 3. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നോക്കാം എങ്ങനെയാണ് നമ്മൾ കാണാം. ഫസ്റ്റ് തന്നിരിക്കുന്നു x3 2ആണ്, പിന്നെ തന്നിരിക്കുന്നത് x5 3ആണെന്ന്. കിട്ടിയില്ലേ എല്ലാവർക്കും? മനസ്സിലായോ? എന്ത് ചെയ്യണം? ഇത്ര കണക്ക് നമ്മൾ ചെയ്തു. സെയിം റിപ്പീറ്റേഷൻ ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മള് മൈനസ് ചെയ്യാം. ഇത് മൈനസ് ചെയ്യാൻ പറഞ്ഞു വലുതെടുത്ത് ആദ്യം എഴുതാനുള്ളത് അല്ലേ? നേരെ കുറയ്ക്കാൻ നിൽക്കരുത്. അപ്പൊ നെഗറ്റീവ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ഒരു സ്റ്റെപ്പ് കൂടിയാലും തെറ്റില്ല നിങ്ങളുടെ. അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് അങ്ങോട്ട് കൊണ്ടുപോകും, പോസിറ്റീവ് ആക്കും. പോസിറ്റീവ് ഒക്കെ ബുദ്ധിമുട്ടാവും. അതിനേലും നല്ലത് നിങ്ങൾ അത് എടുത്തെഴുതാം. x1 പ്ലസ് 4d = 3. ഇതാ വേണ്ടത്. പിന്നത്തെ x1 പ്ലസ് 2d = 2മാണ്. മൈനസ് ചെയ്തു. 3 ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാ? 3 ൽ നിന്ന് 2 കുറച്ചാൽ 1. 4d ൽ നിന്ന് 2d x1 ൽ നിന്ന് x1 0. അപ്പൊ 2d = 1 ആണെങ്കിൽ d = എത്രയാ? d = ഈ 2 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ d = കിട്ടി 1/2. ദാറ്റ് മീൻസ് 0.5. 0.5 എഴുതാം, അല്ലെങ്കിൽ 1/2 എഴുതാം. പക്ഷെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏതാ പറഞ്ഞത്? ചെറുതെടുത്ത് എടുത്ത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞത് ചെറുതെടുത്ത് എഴുതാം. ഡി എല്ലാവർക്കും കിട്ടിയോ? ഡി എഴുതി കഴിഞ്ഞാൽ ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. x1 കണ്ടുപിടിക്കണം. അതിന് ഇതിന്റെ ചെറിയ ഇക്വേഷൻ എടുത്ത് എഴുതാം. എന്താണ്? x1 പ്ലസ് 2d = 2 ആണ് അല്ലേ? x1 പ്ലസ് 2d = 2. അപ്പോ x1 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 × d. d എന്ന് പറഞ്ഞാൽ എന്താണ്? d എത്രയാ? 2 × 1/2. ഇത് ഡിവൈഡ് ചെയ്തു. അപ്പൊ പോയി 1 ആണ് അല്ലേ? = ഇവിടെ x1 എഴുതാൻ കൂടി x1 പ്ലസ് 2 × d. 2 × 1/2. അപ്പൊ 1 അല്ലേ കിട്ടുന്നത്? = 2. അപ്പൊ x1 = ഈ 2 അങ്ങോട്ട് മൈനസ് 2 മൈനസ് 1. 2 മൈനസ് 1 എത്ര കിട്ടുന്നത്? 1 അല്ലേ? അപ്പൊ x = എത്രയാണ് കിട്ടുന്നത്? ഈ 2 അങ്ങോട്ട് 1 കിട്ടി. അപ്പൊ ഫസ്റ്റ് ടേം 1 കിട്ടി. കിട്ടിയില്ലേ? ഈ ഇക്വേഷനിലേക്ക്, ഈ സമവാക്യത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. x1 പ്ലസ് 2d = 2 ആണ്. അതിൽ നിന്ന് ഡിയുടെ വില ഇട്ട് കൊടുത്തു. ഡി എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. 0.5 ഇവിടെ ആക്കാൻ നിൽക്കണ്ട കേട്ടോ. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. പക്ഷെ ഇവിടെ വെട്ടിപ്പോകാൻ സുഖം 1/2 ഇടുന്നത് തന്നെയാണ്. അതുകൊണ്ട് 2 × 1/2. അപ്പൊ ഇവിടെ ഇത് വെട്ടിക്കളഞ്ഞു. 1 കിട്ടി. ഇവിടെ 1 വേണം കേട്ടോ. 2നെ 2 കൊണ്ട് വെട്ടി പോയി കഴിഞ്ഞാൽ 1 × 1 1 ആണ്. അപ്പൊ x1 പ്ലസ് 1 = 2. അപ്പൊ x1 = ഈ 1നെ അങ്ങോട്ട് കൊണ്ടുപോവാ. 2 മൈനസ് 1 വരും. പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 1 ആണ്. അപ്പൊ x1 = 1. കിട്ടിയേ? x1 1 ആണെങ്കിൽ ഇനി 5 വേർഡ്സ് ആണ്. 5 ടേംസ് നമ്മൾ എഴുതി പിടിക്കണം. എന്താണ് 5 ടേംസ്? ഏതൊക്കെയാ? ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം എത്രയാണ്? അപ്പൊ നിങ്ങൾ എഴുതണം ഫസ്റ്റ് ടേം. ഫസ്റ്റ് 5 ടേം. ഇതിലെ 5 പദങ്ങൾ എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 1. പിന്നത്തെ എത്രയാണ്? ഡി കൂട്ടണം. 1.5 അല്ലെ? അര കൂട്ടണം. അര കൂട്ടുമ്പോ എത്ര എഴുതാം? 1.5 അല്ലെങ്കിൽ 1.5. എഴുതിക്കൂടെ? 0.5 എഴുതാം. അതല്ലെങ്കിൽ 1.5 എഴുതിയാൽ മതി. അതിന്റെ കൂടെ വീണ്ടും 0.5 കൂട്ടി. അപ്പൊ എത്ര കിട്ടി? 2. പിന്നത്തെ 2.5. പിന്നത്തെ കിട്ടി 3. 0.5 കൂട്ടുക. അതല്ലേ നിങ്ങൾ അര തന്നെയാണ് കൂട്ടുന്നെങ്കിൽ കുഴപ്പമില്ല. ആദ്യം 1 എഴുതാം. പിന്നത്തെ എത്രയാണ്? 1.5. പിന്നത്തെ 2, 2.5,
പിന്നെ 3 ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് ഫസ്റ്റ് 5 ടേംസ്. കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ ആ സെറ്റിലെ 3 കണക്ക് കഴിഞ്ഞു. അടുത്ത 2 കണക്ക് നാളേക്ക് ഹോംവർക്ക് ആയിട്ട് എല്ലാവരും ചെയ്തു വരാം. ഇവിടെ വരുമ്പോ എനിക്ക് കാണിച്ചു തരാം. കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അപ്പൊ പറഞ്ഞു തരാം. ആ അടുത്ത 2 കണക്ക് കേട്ടോ. 4th ടേം 2ഉം 7th ടേം 3. ദെൻ 5ാമത്തെ കണക്ക് 2nd ടേം 5ഉം 5th ടേം 2ഉമാണ്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ നാളേക്ക് ചെയ്തിട്ട് വരണം. ഹോംവർക്കാണ്, എല്ലാവരും ചെയ്യാം. എന്നിട്ട് എനിക്ക് കാണിച്ചു തരണം.